ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളിത് അവിടെ സുഖമായിട്ടിരിക്കുന്നു. ഒന്നും ചെയ്യാനില്ലാത്തൊരു ഫ്രൈഡേ എടുത്ത വ്ളോഗാണിത്. ഇപ്പോൾ ഈ പോണത് എങ്ങോട്ടാന്നല്ലേ? തലേ ദിവസം നൈറ്റ് ടിക്ടോക്കിൽ കണ്ട പേരക്ക റെസിപ്പീസ് ഒന്ന് ട്രൈ ഔട്ട് ആക്കാനും വേണ്ടിയിട്ട് പേരക്ക വാങ്ങിക്കാൻ പോവുക കേട്ടോ. ഞങ്ങൾ സമയം നല്ല നട്ടുച്ച. പ്ലാൻ ചെയ്ത് വന്നപ്പോഴേക്കും അത് ലുലു വരെ പോവാന്നായി. അങ്ങനെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തക്കട് ഓക്കെ ആയിരുന്നെങ്കിലും എൻ്റെ 1-2 കൗണ്ടറൊക്കെ കഴിഞ്ഞപ്പോൾ മൂടൊക്കെ മാറിട്ടോ. എന്നാലും പേരക്കൻ്റെ കൊതി കാരണം ഞങ്ങൾ മുന്നോട്ട് തന്നെ. അങ്ങനെ ചെറിയൊരു ഡ്രൈവിന് ശേഷം ഞങ്ങളിതാ ലുലുവിലെത്തി. സമ്മറും പിന്നെ ഈ ടൈമും ഇവിടുത്തെ ചൂടൊക്കെ കാരണം വഴിയിലൊന്നും വലിയ ട്രാഫിക്കോ ലുലുവിലാണെന്നുണ്ടെങ്കിൽ വലിയ തിരക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പാർക്കിംഗ് ഒക്കെ പെട്ടെന്ന് റെഡിയായി. നേരെ പോയത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക്. നാഷണൽ ഡേൻ്റെ ഓഫർ തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴും ചില ഐറ്റംസിനൊക്കെ ഇവിടെ ഓഫർ ഉണ്ടായിരുന്നു. ലുലുവിൽ വന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ സെക്ഷനും പിന്നെ പിക്കിൾ സെക്ഷനുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ചുറ്റിലും ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം ഞാനും കരുതി എനിക്കും എന്തെങ്കിലും വാങ്ങിക്കാമെന്ന്. അങ്ങനെ തക്കുടു എടുത്തത് ഇതാ 15 റിയാലിൻ്റെ പേരക്കയാണ് കേട്ടോ, ഇന്ത്യൻ ഗോവ. ഇതാണ് ഇവിടുന്ന് ഞാൻ എടുത്തത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ചീരയെല്ലാം കൂടെ എടുത്തു ഫ്രഷ് ആയിട്ട് കണ്ടപ്പോൾ. അങ്ങനെ നേരെ ബില്ല് ചെയ്യാൻ പോയി. അവിടെയൊക്കെ നല്ല കാമൻ ക്വയറ്റായിരുന്നു കേട്ടോ. തക്കുടൂനത് ഓക്കെ ആയിരുന്നെങ്കിലും എനിക്കത് ഒട്ടും ഓക്കെ ആവാത്തത് കൊണ്ട് കുറച്ച് ഇറിറ്റേറ്റ് ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതാട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം. ബില്ലിങ്ങിന് ശേഷം അങ്ങനെ ലുലുന്ന് റൂമിലോട്ട് തന്നെ പോവാണ്. ഇനി ഞങ്ങൾ പോണത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്രോക്കറി ഷോപ്പിലേക്കാണ്. കിച്ചണിലെ സവർ ഐറ്റംസൊക്കെ ഗ്ലാസ് ബോട്ടിലാക്കാമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കണം. അങ്ങനെ ഗ്ലാസ് ബോട്ടിൽസ് വാങ്ങാൻ പോവാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ ടൗണിൽ എനിക്ക് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള ഷോപ്പാണ് ഇനി ഞങ്ങൾ പോകാൻ പോകുന്ന ഈ ക്രോക്കറി ഷോപ്പ്. വീട്ടിലെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ക്യൂട്ട് ഐറ്റംസ് അവിടെ ചീപ്പ് പ്രൈസിന് കിട്ടും. അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും അവിടെ പോയിട്ട് ഇതൊക്കെ നോക്കിക്കാണുമെന്ന് പറയുന്നത് തന്നെ ഒരു എൻ്റർടൈൻമെൻ്റാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ബോക്ഷ എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര്. നേരെ പോയത് ബോട്ടിൽ സെക്ഷനിലേക്കാണ് കേട്ടോ. ഒരുപാട് ക്യൂട്ട് ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോപ്പ്. ഇത്തവണ ഈ ഷോപ്പ് വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ദൈ അറേഞ്ച് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ കോർണറാണ്. നല്ല ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 1-2 ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെയുള്ള ഇൻസെക്ട് റിപ്പല്ലൻറ്റിൻ്റെ സ്പേസിൽ പോയി. പക്ഷെ വാങ്ങിച്ചില്ല കേട്ടോ. ഒരുപാട് വെറൈറ്റി ഉണ്ടായതുകൊണ്ട് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു തക്കടു. അങ്ങനെ അവിടുന്ന് ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ പ്ലാൻ ഇട്ടു. ഈവനിങ് 3 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ടൈം. ഈ കാണുന്നത് ഞങ്ങൾ ഇവിടുത്തെ ഒരു മിനി ചന്തയാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്നാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാറ്. ജ്യൂസ് ഷോപ്പിലെത്തി. തക്കുടെ ഒരു അവക്കാഡോ ഡേറ്റ്സും ഞാൻ പൈനാപ്പിൾ കിവി ജിഞ്ചർ ലെമൺ കോമ്പിനേഷനിൽ വരുന്നൊരു ജ്യൂസുമാണ് ഓർഡർ കൊടുത്തത്.
അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു. വിത്തൗട്ട് ഷുഗർ ആയതുകൊണ്ട് എൻ്റെ കോമ്പിനേഷൻ ജ്യൂസ് ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഫൺഡേ ഫ്രൈഡേ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.